വൻ അട്ടിമറികളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദു തർക്കത്തിൽ തുടക്കം മുതലേ നടക്കുന്നത്. സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവിനെയും രക്ഷപ്പെടുത്താനുള്ള CPM നീക്കങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഡ്രൈവർ യദു ചില നിർണായക വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിട്ടുണ്ട്. തൻ്റെ പേരിലോ കണ്ടക്ടർ സുബിൻ്റെ പേരിലോ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിൻ്റെ പേരിലോ കേസ് ചുമത്തി ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നാണ് യദു പറയുന്നത്. സംഭവ ദിവസം രാത്രി തമ്പാനൂർ ഡിപ്പോയിൽ സുബിനെ സഹായിക്കാൻ ആരൊക്കെ വന്നുവെന്നും അന്നത്തെ ദിവസം ടെക്നീഷ്യന്മാർ ആരൊക്കെയായിരുന്നു, ഏത് പാർട്ടിക്കാരായിരുന്നു ഇവരെക്കുറിച്ച് അന്വേഷിക്കാതെ സ്റ്റേഷൻ മാസ്റ്ററുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇക്കാര്യത്തിൽ വലിയ അട്ടിമറി നടക്കുന്നുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും യദു പറയുന്നു. ടെക്നീഷ്യന്മാർ ആരാണെന്ന് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരമൊക്കെ ലഭിക്കും. ഒരു ടെക്നീഷ്യനല്ലാതെ തനിക്കോ സുബിനോ ഒന്നും മെമ്മറി കാർഡൊന്നും എടുക്കാൻ പറ്റില്ല. കാർഡ് എടുക്കാൻ ടെക്നീഷ്യൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. തനിക്ക് മെമ്മറി കാർഡ് എടുക്കാൻ അറിയില്ല. കാർഡ് ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ താൻ തന്നെ പോക്കറ്റിലിട്ട് പോലീസിനെ കൈമാറിയനെന്നും യദു പറയുന്നു. നഷ്ടപ്പെട്ടു പോയത് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവാണ്. ഇവരിപ്പോൾ ഇരുട്ടിൽ തപ്പി മെമ്മറി കാർഡ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസിൽ തനിക്ക് വിശ്വാസമില്ലെന്നും യദു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതും. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ യദുവിനെ മാത്രം തളയ്ക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്? സത്യത്തിൽ ഈ പ്രശ്നം തുടങ്ങിയത് മേയറുടെ ധാർഷ്ട്യത്തിൽ നിന്നാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. യദുവിൻ്റെ വണ്ടി പാളയത്ത് എത്തുന്നത് തന്നെ 1 മണിക്കൂർ വൈകിയാണ് എന്നാണ് വിവരം. ആ 1 മണിക്കൂർ വൈകിയെങ്കിലും പാളയത്ത് ആ വണ്ടി എത്താൻ കാരണം യദുവിൻ്റെ ഡ്രൈവിംഗ് സ്കിൽ ഒന്ന് തന്നെയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് സ്പീഡിലും പരുക്കൻ രീതിയിലുമൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരെ തന്നെയല്ലേ ഇതിനായി തിരഞ്ഞെടുക്കാറുള്ളത്? നമ്മുടെ നിരത്തുകളിലൂടെ എല്ലാ നിയമവും പാലിച്ച് കൃത്യമായി വണ്ടി ഓടിച്ചാൽ സമയത്തൊന്നും ദീർഘദൂര ബസ്സുകൾ എത്തേണ്ടടുത്ത് എത്തില്ല. അപകടം കൂടാതെ ഓടിക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിൽ ചിന്തിക്കാനില്ല. ചിലപ്പോൾ ഓർഡിനറി ഡ്രൈവർമാർക്കൊക്കെ അത്തരം മുഴുവൻ നിയമങ്ങളും പാലിച്ച് ഓടിക്കാൻ കഴിയും. പക്ഷേ അവർ പോലും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതിപ്പോൾ ന്യായീകരിക്കുകയല്ല, പക്ഷേ ചില നീക്കുപോക്കുകളൊക്കെ എല്ലായിടത്തും നടക്കാറുണ്ട്. അത് പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ യദു പറയുന്നത് പോലെ തൻ്റെ പേരിലോ കണ്ടക്ടർ സുബിൻ്റെ പേരിലോ ഒക്കെ കേസ് ചുമത്തി കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാർഡ് കാണാതെ പോയതിൽ സുബിനെ പോലീസ് പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട മറ്റൊരു സുപ്രധാന വ്യക്തി കൂടിയില്ലേ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചു? ആ സുപ്രധാന വ്യക്തി എന്ന് പറയുന്നത് രാജ്യസഭാ MP ആയ CPMൻ്റെ MP ആയ A റഹീമാണ്. കാരണം റഹീമിനെ സുബിൻ വിളിച്ചിട്ടുണ്ട് എന്ന് സുബിനെ വിളിച്ചിരുന്നുവെന്ന് റഹീമും പറയുന്നുണ്ട്. എന്തുകൊണ്ട് റഹീമിനെ പോലീസ് പ്രതി ചേർക്കുന്നില്ല? എന്തുകൊണ്ട് റഹീമിൻ്റെ മൊഴിയെടുക്കുന്നില്ല? അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? ആരാണ് ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടുവെന്ന ആരോപണം നേരിടുന്നത്? സച്ചിൻ ദേവ് MLA. അവർ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്യാമറയിൽ അതും തെളിഞ്ഞു കാണണം. അത് പുറത്തു വരാതിരിക്കേണ്ടത് മേയറുടെയും MLAയുടെയും ആവശ്യമാണ്. അതിന് CPMൻ്റെ ഒരു രക്ഷാകവചം ഉണ്ടാകില്ലേ? അവരുടെ പൈതങ്ങളെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന് ഒരു CPM MP ആയ റഹീം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാനും പറ്റില്ല. പക്ഷേ ആ തെറ്റ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അല്ലാതെ ഒരു സാധാരണക്കാരനെ കുരുതി കൊടുക്കുകയല്ല വേണ്ടത്. സത്യത്തിൽ അവിടെയാണ് ഒരു ടെസ്റ്റ് വേണ്ടത്. അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യദു എങ്ങനെയാണ് മെമ്മറി കാർഡ് ഊരിക്കൊണ്ടുപോകുന്നത്? സത്യത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ബസ് പിടിച്ചിട്ട സമയത്തും മറ്റുമായാണ്. സുബിൻ റഹീമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റഹീം സ്വാഭാവികമായും സുബിന് അതെടുത്ത് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ബസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവിടെ വെച്ചോ മാറ്റാൻ അതിനുള്ള ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. അതാണ് യദുവും പറയുന്നത്. ഇതൊക്കെ ഒരു കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ പിണറായിയേക്കാൾ കേടുപിടിച്ച മനസ്സുള്ള ആളുകളാണ് റഹീമിനെ പോലുള്ള നേതാക്കളെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേസിൽ റഹീമിനെയും പ്രതിയാക്കേണ്ടതല്ല. അത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ആ വഴിക്ക് ആരുടെയും ബുദ്ധി പോകാത്തത്? അന്വേഷണം ആ വഴിക്ക് പോയാലും മെമ്മറി കാർഡ് എത്തേണ്ടടുത്ത് എത്തുമെന്നല്ലേ കരുതേണ്ടത്?